ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ അല്ലേ പറഞ്ഞോണ്ടിരുന്നേ. റെസിപ്രോക്കൽ എന്താന്ന് പറഞ്ഞു, ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷനും പറഞ്ഞു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ എന്തോ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഹോംവർക്ക് ചെയ്തവരുടെ ഞാൻ നോക്കിയിട്ടുണ്ട്, നോക്കിയില്ലേ? ഓക്കെ, ചെയ്യാത്തവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മിസ്സിനോട് ചോദിച്ചായിരുന്നു. എന്തായിരുന്നു ചോദിച്ചേ? എത്രാമത്തെയായിരുന്നു? എനിക്ക് ഓർമ്മയില്ലടാ. എത്രാമത്തെയായിരുന്നു ചോദിച്ചേ? എന്താ മിസ്? ഏതായിരുന്നു ചോദിച്ചേ? ഞാൻ ഹോംവർക്ക് ഉണ്ടായിരുന്നു ചോദിച്ചായിരുന്നു. ഓ അങ്ങനെ. എന്നിട്ട് ചെയ്ത് അയച്ചെന്നായിരുന്നോ? മിസ് എനിക്ക് ഏതാണെന്ന് പറഞ്ഞില്ല. ഹോംവർക്ക് ഉണ്ടോന്നും പറഞ്ഞില്ല. അയ്യോ സോറി ട്ടോ. മിസ് എന്നോട് പറഞ്ഞത് മീറ്റിംഗിന്റെ കാര്യം അപ്പൊ അയച്ചെന്ന് എനിക്ക്. ആണോ? എന്നാ ഞാൻ ആ വോയിസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. വോയിസ് അല്ലേ അയച്ചേ? എന്നാ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സാരില്ല, പോട്ടെ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക്, സോറി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഡിവിഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ നാച്ചുറൽ നമ്പർ. എന്താ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല്? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാല് 1, 2, 3, 4 കൗണ്ടിങ് നമ്പേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ഫ്രാക്ഷനെ നമ്മൾ നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ടു ബൈ 10 divided by 8. 2 by 10 divided by 8. 8 എന്ന് പറഞ്ഞൊരു നാച്ചുറൽ നമ്പറിനെ നമ്മൾ നാച്ചുറൽ നമ്പറിനെ കൊണ്ട് 2 by 10 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 8ന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? ഏതൊരു നമ്പറിന്റെയും, ഏത് നമ്പർ ആയിക്കോട്ടെ, ഏതൊരു നമ്പറിന്റെയും റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 by that നമ്പർ ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 by 10 into 8ന്റെ റെസിപ്രോക്കൽ 1 by 8. ഇവിടെ 2നെയും 8നെയും ക്യാൻസൽ ചെയ്യാം. 4. അപ്പൊ എത്ര കിട്ടും? 1 by മേലെ ന്യൂമറേറ്ററിൽ വേറെ ഒന്നും വരുന്നില്ല. 1 by 10 into 4 40. 1 by 40. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതിനകത്ത് ഒരു ഡൗട്ട്. എന്താ മിസ് ഇപ്പൊ ചെയ്തതില് ആ 8ന് വന്നില്ല റെസിപ്രോക്കൽ ആയിട്ട് ചെയ്തപ്പോ. പക്ഷെ നേരത്തെ കണക്കില് അങ്ങനെയല്ലല്ലോ, ഒന്നും വന്നില്ലല്ലോ. അത് നേരെ തിരിച്ചല്ലേ എഴുതിയേ? ഏത് കണക്കില്? ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ. ഡിവിഷൻ ഓഫ് എ ഹോൾ നമ്പർ ബൈ എ ഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫ്രാക്ഷനെയാണ് റെസിപ്രോക്കൽ ആയിട്ട് എഴുതിയത്. എന്തുകൊണ്ടാ? എക്സാമ്പിൾ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഡിവിഷന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്, സോറി, ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ലെ? ടു നമ്പേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ എനി ഓർഡർ. ചെയ്യാൻ പറ്റുമോ? ഏത് ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിവിഷൻ. ഇപ്പൊ 2 by 7 ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ 2 by 7 divided by 4 4 divided by 2 by 7. ആദ്യത്തേത് നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ
ഫ്രാക്ഷനെ നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ നമ്പറിന്റെ റെസിപ്രോക്കൽ എഴുതുന്നത്, അതായത് 2/7 into 4ന്റെ റെസിപ്രോക്കൽ 1/4. 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ 2 വരും. അപ്പോ 1/7 into 2 40. 1/40. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു ഹോൾ നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷൻ ആണ് നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് എഴുതുന്നത്. 4 into 2/7ന്റെ റെസിപ്രോക്കൽ 7/2. 7/2. ഈ 2ഉം 4ഉം ക്യാൻസൽ ആയി പോയി, ഇവിടെ 2 വന്നു. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2 into 7 14/1. 14/1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 14. അപ്പൊ രണ്ട് ആൻസർ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ആദ്യത്തെ ആൻസർ 1/14, രണ്ടാമത്തെ ആൻസർ 14. ഇപ്പൊ നമ്മള് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈസർ എന്താ? ഡിവൈസർ by which number the dividend is divided. ഡിവൈസറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിപ്രോക്കൽ കൊണ്ട് ഡിവൈസറിനെയാണ് റെസിപ്രോക്കൽ ആയിട്ട് എഴുതുന്നത്, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. ഡിവിഡൻഡിലെ ചേഞ്ച് ഒന്നുമില്ല. These two are dividend. ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡിൽ ചേഞ്ച് ഒന്നും വരില്ല. ഡിവൈസറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിപ്രോക്കൽ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തേതിൽ നമ്മളുടെ ഡിവൈസർ നാച്ചുറൽ നമ്പർ, ആ നാച്ചുറൽ നമ്പറിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/that നമ്പർ. ഇനി രണ്ടാമത്തേതില് നമ്മൾ ഫ്രാക്ഷൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, അതായത് ഡിവൈസർ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ നമ്മൾ എഴുതണം. വ്യത്യാസം മനസ്സിലായോ ഷോണിന്? ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 38, എക്സാമ്പിൾ 31. മിസ് എനിക്ക് സംശയമുണ്ട് മിസ്. 4/7 ഇല്ലേ? മിസ് അവിടെ 1 ഇടും, അല്ല 4 ഇടുമ്പോ അതിന്റെ മേളിൽ വീണ്ടും 1 വരത്തില്ലേ സെക്കൻഡ് വർക്കിന്? എവിടെ? ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇട്ട് കാണിച്ചു തന്നെ, ഏതാ ഉദ്ദേശിച്ചത്? പേജ് മനസ്സിലായില്ല മിസ്സിന്, ഏതാ ഉദ്ദേശിച്ചത് മിസ്സിന് മനസ്സിലായില്ല. മിസ് സെക്കൻഡ് 1-ല് അവിടെ സെക്കൻഡ് ഇല്ല, അതിന്റെ മേളിൽ 1 വരൂലേ? അപ്പം അത് ഒറ്റ ഇതല്ലേ? നാച്ചുറൽ നമ്പർ ഒന്നല്ലേ? ഇവിടെ 1 വരുമോന്നാ? അവിടെ 1 വരൂലല്ലോ. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നതും ഹോൾ നമ്പർ എന്ന് പറയുന്നതും ഒരു നമ്പർ 4, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ 4/1 ആണ്. 4/1 ആണ് നമ്മൾ 4 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ മാത്രമേ 1/4 എന്ന് പറയുള്ളൂ. ഇവിടെ ശരിക്കും ഇത് 4/1 തന്നെയാണ്, പക്ഷെ by 1-ന് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് by 1 എഴുതാത്തത്. പക്ഷെ നേരെ തിരിച്ചെഴുതുമ്പോ റെസിപ്രോക്കൽ എഴുതുമ്പോൾ ആ 1-ന്റെ വാല്യൂ വരുന്നു. 1/4 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് വ്യത്യാസമാണ്. 1/4 എന്ന് പറഞ്ഞാല് ക്വാർട്ടർ, 1-ന്റെ കാൽ ഭാഗമാണ് 1/4 അല്ലെ? 4 എന്ന് പറഞ്ഞാല് 4, ഒരു 4 ഒബ്ജക്റ്റ് എടുത്താല് 4 എണ്ണത്തിന് നമ്മൾ 4 തന്നെ പറയുന്നത്. പക്ഷെ 1/4 എന്ന് പറഞ്ഞാല് 1-നെ 4 ഭാഗമാക്കിയാൽ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ ഇവിടെ മേലെ ന്യൂമറേറ്റർ ആയിട്ട് 1/1 വരുമോന്നല്ല, സോറി 1 വരുമോന്നല്ലേ ചോദിച്ചേ? അവിടെ വരൂല, കാരണം നമ്മൾ ഇവിടെ ഡിവിഡൻഡിന് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഡിവിഡൻഡിന് ചേഞ്ച് വരുത്തിയാല് ആൻസർ മാറിപ്പോകും. നമ്മൾ എപ്പോഴും ഡിവൈസറിന് മാത്രമേ ചേഞ്ച് വരുത്തുള്ളൂ, ഡിവൈസറിന് മാത്രമേ നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് എഴുതുള്ളൂ. ഡിവിഷന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം,
ഓർഡറിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഈ ഒരു പ്രോബ്ലം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർഡർ മാറുമ്പോ, നമ്പേഴ്സിന്റെ ഓർഡർ മാറുമ്പോ ആൻസർ മാറുന്നുണ്ടോ? ആദ്യത്തെ ആൻസർ 1/48, രണ്ടാമത്തെ ആൻസർ 48. രണ്ടിന്റെ വാല്യൂ വ്യത്യാസമില്ലേ? ബട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ, ഇതിപ്പോ ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വാല്യൂവിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ ദ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഓർഡറിന് വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഓർഡർ മാറിപ്പോയാൽ ആൻസറും മാറിപ്പോകും. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിവൈസറിന് മാത്രമേ നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് എഴുതുള്ളൂ. ഡിവിഡൻഡിൽ ചേഞ്ച് ഒന്നും വരില്ല. ഡിവിഡൻഡും ഡിവൈസറും കോഷ്യന്റും റിമൈൻഡറും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? എന്താ ഡിവിഡൻഡ്? The number is to be divided is called dividend. ഏത് നമ്പറിനാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. What is divisor? The number by which the dividend is divided is called divisor. ഏത് നമ്പറിനെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറാണ് ഡിവൈസർ. What is product? Sorry, quotient. The final answer we get is called quotient. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസറിനെയാണ് എന്ത് പറയുന്നത്? quotient എന്ന് പറയുന്നത്. ഇനി എന്താ റിമൈൻഡർ? The number that is left off. ഡിവൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഓഫ് ആയിട്ട് വരുന്നത്, അതായത് ബാക്കി വരുന്നതിനാണ് നമ്മൾ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫ്രാക്ഷന്റെ ഡിവിഷന്റെ കേസിൽ ഡിവൈസറിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. ഡിവിഡൻഡിൽ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എക്സാമ്പിൾ 31. ഡിവൈഡ് ദ ഫോളോയിങ്. 2/7/8. എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ 8 ആണ് ഡിവൈസർ. ആ 8ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2/7 into 1/8. 2നെയും 8നെയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ താഴെ ഡിനോമിനേറ്ററിൽ 4 വരും. 1/7 into 4 that is equal to 1/28. Second one, 15/4/25. 15/4നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 25ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15/4 into 1/25 that is equal to 15നെയും 25നെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15ല് 5 3 ടൈംസ് പോകും. 25ല് 5 ടൈംസ് പോകും. അപ്പം ന്യൂമറേറ്ററിൽ 3 വരും, ഡിനോമിനേറ്ററിൽ 25ന്റെ പ്ലേസിൽ 5 വരും. അപ്പൊ 3/4 into 5 that is equal to 3/20. Next, 9 3/4 divided by 6. 9 3/4 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിന് എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 9 into 4 36. 36 plus 3 39/4 divided by 6. ഡിവൈഡഡ് ബൈ 6 എന്നുള്ളത് 6ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 39/4 into 1/6. 39നെയും 6നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 39ല് 3 13 ടൈംസ് പോകും. 6ല് 3 2 ടൈംസ് പോകും. അപ്പൊ ന്യൂമറേറ്ററിൽ 13 ആയി, ഡിനോമിനേറ്ററിൽ 6ന്റെ പ്ലേസിൽ 2 ആയി. 13/4 into 2 that is equal to 13/8. 13/8 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 13നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. റിമൈൻഡർ 5. അപ്പൊ 1 5/8. രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എന്നാല്. ഓക്കെ,
First one. (36 by 5 into 18. Sorry, into allo divided by L. 36 by 5 divided by 18. രണ്ടാമത്തേത് 45 by 6. Sorry, പിന്നെ ഞാൻ എന്താ ഇൻറ്റു എഴുതുന്നത്? മിസ് സെക്കൻഡ് ഇൻറ്റു അല്ലേ ചെയ്യണ്ടേ? അല്ല, ഡിവൈഡഡ് ബൈ. ഇൻറ്റു ആണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ഇൻറ്റു ചെയ്യണ്ട. 27. ഒന്ന് ചെയ്ത് നോക്കിയേ. 36 by 5 divided by 18. 45 by 6 divided by 27. ആൻസർ ഒന്ന് നോക്കാം അല്ലേ? 36 by 5 divided by 18. അപ്പൊ 18ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 36 by 5 into 1 by 80. ഈ 18നെയും 36നെയും ക്യാൻസൽ ചെയ്യാം, കാരണം 18ന്റെ ഡബിൾ ആണ് 36 അല്ലേ? അപ്പൊ 2. That's equal to 2 by 5. അല്ലേ? ആണോ? 2 by 5. ഫേത്തിന് മനസ്സിലായോ തെറ്റ് എവിടെയാണ്? ഓക്കെ. രണ്ടാമത്തേത് 45 by 6 into 27ന്റെ റെസിപ്രോക്കൽ 1 by 27. 27നെയും 45നെയും നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27ന്റെ 9 3 times, 45ന്റെ 9 5 times. അപ്പൊ എത്രയായി? 5 by 6 into 3. That's equal to 5 by 18. തെറ്റിപ്പോയോ? It's okay, സാരമില്ല. 5 by 18. നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സൈസ് 2C പേജ് നമ്പർ 41. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് തന്നതിന്റെ തൊട്ട് താഴെയുള്ള 4 ക്വസ്റ്റ്യൻ, അതിലൊന്ന് നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഏതാ ചെയ്യണ്ടേ? മൂന്നാമത്തെ 95 by 44 by 4. 95 by 44 divided by 4. നോട്ടിൽ എഴുതിക്കോട്ടെ, ഇപ്പൊ തന്നെ എന്നതങ്ങ് ഒഴിവാകുമല്ലോ. എങ്ങനെ ചെയ്യാം? 95 by 44നെ 4ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 by 4. That's equal to 95 by 44 into 4. 4 into 4 16. Remaining 1. 4 into 4 16 plus 1 70. 176 divided by 95. Cancel ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ 95 by 176. അടുത്തതും കൂടി ഒന്ന് നോക്കിയേ. 4
5/7. ഞങ്ങൾ ചെയ്യാം. അത് ചെയ്യോ? 4 5/7/11. ഒരു സ്റ്റെപ്പ് വെച്ച് എഴുതി തരാം. 4 into 7 28 plus 5 33. 33/7 divided by 11. ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 33/7 divided by 11. കിട്ടി. കിട്ടിയോ? എളുപ്പമല്ലേ ചെയ്യാൻ? That's equal to 33/7. 7 into 1/11. 11 33 3 times പോവും. അപ്പൊ എത്ര കിട്ടും? 3/7. 3/7 കിട്ടിയായിരുന്നോ? 3/7. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഒരു ഹോൾ നമ്പർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ പിന്നെ ഒരു ഫ്രാക്ഷനും. ഇനി പഠിക്കാനുള്ളത് രണ്ട് ഫ്രാക്ഷൻസ്. ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഒരു പ്രശ്നമില്ല. ഡിവൈസർ ആയിട്ട് വരുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ വരുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഡിവൈസർ ആയിട്ട് വരുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ ആണ് ചെയ്യാൻ, ഒരു വിഷമമില്ല. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ 7/9 divided by 4/3. 7/9 4/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 7/9 into 4/3 ന്റെ റെസിപ്രോക്കൽ 3/4. ക്യാൻസൽ ചെയ്യാം. 3നെ 9നെയും ഇവിടെ 3 വരും. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ 7/3 into 4. That's equal to 7/12. ഇത്രേ ചെയ്യാനുള്ളൂ. അതായത് രണ്ടാമത്തെ വരുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That means ഡിവൈസർ ആയിട്ട് വരുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതും കൂടി ആയപ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതില് പോർഷൻസ് കംപ്ലീറ്റ് ആയി. പക്ഷെ കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഹോംവർക്ക് ആയിട്ട് പേജ് നമ്പർ 42 ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്യാൻ പറ്റുമോ? മൂന്നാമത്തെ ഒരു 8 എണ്ണം ഉണ്ട്. ആ 8 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്ത സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് അടുത്തത് വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേഷൻ വരും. അതുകൊണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ വേർഡ് പ്രോബ്ലംസ് നിങ്ങൾ മീനിങ് മനസ്സിലാക്കി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് വെറുതെ ചെയ്തിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ട തോന്നുന്നു. ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് മീനിങ് പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എന്താ പറയാ, ആൻസർ എപ്പോ ഇടണം? ഇപ്പൊ തന്നെ ചെയ്തിട്ടോ. ഇന്നത്തെ മീറ്റിങ്ങിന് മുന്നേ തന്നെ ആൻസർ ഇട്ടോ. ഇപ്പൊ അടുത്ത ക്ലാസ്സിന് എത്ര മണിക്കാ? ഇനിയില്ലേ, ഉച്ചക്ക് ഹിന്ദി അല്ലേ ഇല്ലു? 1:45. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടോ, മീറ്റിങ്ങിന് മുന്നേ തന്നെ ഇട്ടോ. നോക്കട്ടെ എത്ര പേര് ചെയ്ത് തരുന്നുണ്ട് നോക്കട്ടെ. ഇന്ന് 3 പേരുണ്ട് ക്ലാസ്സിൽ. 3 പേരുടെ ഹോംവർക്ക് എനിക്ക് കിട്ടുമോ നോക്കട്ടെ. ഇല്ലെങ്കില് കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ അവിടെ എങ്ങനെ വേണമെങ്കിലും ഇട്ടാ മതി. ഗ്രൂപ്പിൽ ഇട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലും അനക്കം ഉണ്ടാവട്ടെ. ഗ്രൂപ്പിൽ എല്ലാരും നോക്കി എഴുതൂലേ? എന്നാ വേണ്ട, എന്നാ പേഴ്സണലായിട്ട് ഇട്ടോ. തെറ്റായ ഞങ്ങൾ എഴുതി അവര് നോക്കി എഴുതിയ ഫുള്ള് തെറ്റൂലേ? അയ്യോ, അപ്പൊ നീ അങ്ങനെ എഴുതുന്നല്ലേ? എന്നാ പേഴ്സണലായിട്ട് ഇട്ടോ. ഇപ്പൊ തന്നെ ഇപ്പൊ ക്ലാസ് കട്ടാക്കാം നമുക്ക്. എന്നിട്ട് ഇപ്പൊ തന്നെ അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തിട്ടോ.
കിട്ടാതിരിക്കുന്നവരെ എനിക്കിന്ന് ശരിക്കും കാണണം. അതുകൊണ്ട് ഹോംവർക്ക് കറക്റ്റ് ആയിട്ട് എനിക്കിപ്പോ അയച്ചു തന്നു. ഇപ്പൊ എത്രയായി? 10 മണിയായി. 11, 11:30, 12 മണിക്ക് മുന്നേ തന്നെ ഹോംവർക്ക് അയച്ചു. അതിന് മുമ്പേ വിളിക്കാം. ഓക്കെ, എന്നിട്ട് വേണം എനിക്ക് ബാക്കി പറയാം. ശരി, അപ്പൊ ബൈ. നമുക്ക് ഉച്ചക്ക് കാണാം. മിസ്സും വരുന്നുണ്ടോ? ആ, മിസ് വരുന്നുണ്ടല്ലോ. എന്താ വരണ്ടേ? വേണ്ടാന്നാ. ഞങ്ങള് ഫ്രണ്ട്സിനെ കാണാനാ വരുന്നേ. ആഹാ, ഞങ്ങള് മീറ്റിംഗ് വെക്കാനാ വരുന്നേ. നിങ്ങളെ പറ്റി കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ടാ വരുന്നത്. ആരും വന്നില്ലെങ്കിലോ? എല്ലാവരും വരും. എല്ലാവരുടെ പാരന്റ്സിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാവരുടെ അമ്മമാരും അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരുന്നത്. മിസ് മാത്രമേ വരുന്നുള്ളൂ? ഞാൻ അല്ല മാത്രമല്ല. ഈ വിഷയം പറഞ്ഞു തന്ന പോലും മിസ് എനിക്ക് മെസ്സേജ് ഇടും. ഞാൻ ഫസ്റ്റ് മിസ് എനിക്ക് കിട്ടും. അതിട്ട് ഇന്ന് വിട്ടു ഓർമ്മിപ്പിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഇട്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇട്ടായിരുന്നു. ക്ലാസ്സിലെ എല്ലാവർക്കും എനിക്കും മെസ്സേജ് കിട്ടി. ഇട്ടായിരുന്നു. മെസ്സേജ് ഇട്ടായിരുന്നു. ഞാനന്ന് ഗ്രൂപ്പിൽ ഇട്ടത് എല്ലാരെയും വിളിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ ശരി, മറന്നു വേണ്ട. നമുക്ക് ഉച്ചക്ക് കാണാം. കാണാം. ഓക്കെ, ബൈ.